ഈ ദിവസം നാം കാണാനിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ടെക്നോളജിയെ കുറിച്ച്, എഐയെ കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വളരെ അഡ്വാൻസ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ടെക്നോളജി, ഇതും നമ്മുടെ ബൈബിൾ പുസ്തകത്തിലും ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നെ കുറിച്ച് നാം ഈ ദിവസത്തിൽ പഠിക്കാതിരിക്കുന്നു. എന്നെ കോസ്റ്റ് ആക്കുകയാമേ. ഞാൻ സ്ലൈഡിൽ ഇതെ കുറിച്ച് കാണിച്ച് കൊടുക്കാതിരിക്കുന്നു. കാണിച്ച് ഓക്കെ, ഞാൻ ഷെയർ ചെയ്യുക. ഈ സ്ലൈഡിൽ നിങ്ങൾ കണ്ടെത്താൽ എന്നോട് സംസാരിക്കുക, ഞാൻ കാണിക്കാം. എല്ലാവരും കാണാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറിച്ച് നാം കാണിരിക്കുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എതൊക്കെ വേണ്ടി ഇവர்கள் ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്നെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യർക്ക് എല്ലാ ജോലികളും ചെയ്യാൻ സമയമില്ലാതെ പക്ഷത്തിൽ മനുഷ്യൻ എന്നെ ചെയ്തു ദൈവത്തിക്ക് വിരോധമായിട്ട് ഒരു റോബോവെ ഉണ്ടാക്കണമെന്ന് റോബോവെ ഉണ്ടാക്കി. അതേ ഈ ഇൻട്രൊഡക്ഷൻ പോയിന്റിൽ കൊടുത്തിരിക്കുന്നു. ദ അഡ്വാൻറ്റേജ് ഓഫ് ദ മെയിൻ പ്രയോറിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതേക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എല്ലാവരും അറിയാം, നാം ഇപ്പോൾ ആ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വരക്കൂടി இன்னும் 10 வருஷத்தில் ഫുള്ളി AI ടെക്നോളജി വര ഇരിക്കുന്നു. AI കുറിച്ച് നാം இன்னுം മുഴുமைയായിട്ട് കാണണമെങ്കിൽ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ എന്നാൽ എന്ന? അനേകർ എന്നെ ചെയ്യുന്നു, മനുഷ്യരുടെ ജോലി വളരെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. വളരെ ഭാരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതാൽ മനുഷ്യർക്ക് സമയമല്ല. മനുഷ്യർക്ക് സമയമില്ലാതെ എന്നെ ചെയ്യുന്നു, அவர்கள் இது போல ரோபோ செய்து ரோபோ எல்லா ஜோலிகளையும் செய்து அவர்கள் என்ன செய்யணும், மனுஷர் தனக்கு சமயத்தையும் தந்த ஜோலி காரியங்களும் ஒரு பிரஷர் இல்லாതെ நடத்தணும் என ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ സ്കൂളിലും ബാങ്ക് ഓഫീസിലും മറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ റോബോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ 3 വക ഉണ്ട്. ഇതിൽ 3 ടൈപ്സ് ഉണ്ട്. അതിൽ വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുപ്പീരിയർ മോസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നെങ്കിൽ 3 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് നാം സംസാരിച്ചത് പോലെ വീക്ക് ബലഹീനതായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഫോക്കസിങ്, അതായത് നമ്മുടെ കോൺസെൻട്രേഷനെ വെച്ച് നാം മനുഷ്യരുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ എപ്പടി പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ സെൽഫോണിലും മറ്റുമുള്ള കാര്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കണോ. അതിലും ഇന്നും വളരെ മോശം. നമ്മുടെ കോൺസെൻട്രേഷൻ 95% മറ്റ കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോലി കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ അല്ലാതെ ഒരു പ്രശ്നം. ഇതേ മുൻവെച്ച് ഈ കാലഘട്ടത്തിലുള്ള സയന്റിസ്റ്റ്മാர்கள் மற்றும் லண்டன், அமெரிக்கா, USA போன்ற தேசங்களில் இருந்து பெரிய பெரிய மேனுஃபேக்சரிங் கம்பெனிஸ் எல்லாம் தீர்மானிச்சு இது போல ஒரு ஆர்டிபிஷியல் இன்டெலிஜென்ஸ எல்லா கம்பெனிஸும் சேர்ந்து ഈ ഐഡിയാവെ കൊണ്ടുവന്ന് മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഇനിയും വരக்கூடிய കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗമല്ല, റോബോട്ട്സ് മാത്രമേ ഉപയോഗപ്പെടും എന്ന് എല്ലാവരും ചിന്തിച്ച് എന്നെ ചെയ്ത് 3 വകയായിട്ട് റോബോട്ട്സ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കറന്റ് ആയിട്ട് ഇരിക്കുന്ന ഈ 3 കാര്യങ്ങളുണ്ട്: വീക്ക്, സ്ട്രോങ്, സുപ്പീരിയർ. അതായത് എന്നവെങ്കിൽ
ബലഹീനമായിട്ട് ജോലി ചെയ്യக்கூடிய റോബോ. അടുത്ത സ്റ്റെപ്പ് ഫാസ്റ്റ് ആയിട്ട് വളരെ വേഗമായിട്ട് ചെയ്യக்கூடிய റോബോ. ഇന്നും അതെക്കാട്ടിലും വളരെ വേഗമായിട്ട് ചെയ്യக்கூடிய റോബോ. ഇതുപോലെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട ഒരു റോബോ AI ടെക്നോളജി ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിൻപ് നിങ്ങൾ കാണുമ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് என்ன ചെയ്യുമെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് നന്നായിട്ട് അറിയും. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മനുഷ്യരുടെ സമയത്തെ കുറച്ച് മനുഷ്യർക്ക് എന്തൊരു ഭാരവും ഇല്ലാതെ ആക്കും. നെക്സ്റ്റ് ഇത് என்ன ചെയ്യും, സമയത്തെ കുറച്ച് എല്ലാ ജോലി കാര്യങ്ങളും വളരെ ഭയങ്കരമായിട്ട് என்ன ഭാരമുള്ള ജോലി കാര്യങ്ങളായിട്ട് ഇരുന്നാലും ഈ റോബോട്ട്സ് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള റോബോട്ട്സ് ചെയ്യും. അത് മാത്രമല്ല, ഇത് നമുക്ക് ഒരു ദിവസത്തിൽ എത്ര മണി സമയം നാം ജോലി ചെയ്യാം. പ്രഭാതത്തിലിരുന്ന് വൈകുന്നേരം വരയ്ക്കും മനുഷ്യർ ജോലി ചെയ്യാം. രാത്രി സമയം ഉറങ്ങപ്പോകാം. റോബോട്ട്സ് ആ കാര്യമല്ല. റോബോട്ട്സ് 24 മണി സമയവും 7 ദിവസങ്ങളും അവൈലബിലിറ്റി ആയിട്ട് ഉണ്ട്. റോബോട്ട്സ് പ്രശ്നമല്ല. മനുഷ്യരെ പോലെ ഉറങ്ങി തൂങ്ങണം. മനുഷ്യർക്ക് ജോലി ചെയ്താൽ ടയർഡാകും. റോബോട്ട്സ് ജോലി ചെയ്യുന്നത് ഒരു കഷ്ടവുമല്ല. റോബോട്ട്സ് ടയർഡും ആകുന്നില്ല. അടുത്ത കാര്യം, ഇപ്പോൾ ഈ മനുഷ്യരെ നിങ്ങൾ കാണുമ്പോൾ ഇവർ മലയാളത്തിൽ സംസാരിക്കാം. എത്ര ആപത്ത് റോബോട്ട്സിന്റെ AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി എത്ര ആപത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർ സംസാരിക്കാൻ ഞാൻ പ്ലേ ചെയ്യാം. വെയിറ്റ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിർത്തിവെക്കുക. ഇന്ന് ലോകം വളരെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. എലൺ മസ്കിനെ പോലുള്ള പല പ്രശസ്തരായ വ്യക്തികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വേഗതയിലാണ് നിർമ്മിത ബുദ്ധി ഇന്ന് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അതിനുപോലും കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. അത്രത്തോളം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറി വന്നിരിക്കുകയാണ്. എന്നാൽ ഇതേ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിക്ക് പോലും വലിയ പല വെല്ലുവിളികളും ഉയർത്തുന്നുമുണ്ട്. അത്തരം ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്നാൽ അതിന്റെ പുതിയ വേർഷൻ ആയിട്ടുള്ള GPT-4 വരുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന വിഭാഗത്തിലേക്ക് പോലും മാറിയിട്ടുണ്ട്. അതായത് മുൻപേ പഠിപ്പിച്ച് നൽകിയിട്ടില്ലാത്ത, ട്രെയിൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും കൃത്യമായ നിലയിൽ തന്നെ മറുപടി നൽകാൻ, കൃത്യമായ നിലയിലുള്ള റിസൾട്ടുകൾ നൽകാൻ GPT-4 സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഡയറക്റ്റ് ആയിട്ട് മനുഷ്യരുമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ വരുന്നതെന്ന കാര്യം നമുക്കിവിടെ കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അത് ലോകത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഒരുപക്ഷെ മാനവകുലത്തിനെ, ഹ്യൂമാനിറ്റിയെ പൂർണ്ണമായിട്ടും വലിയ തരത്തിൽ അഫക്ട് ചെയ്യാൻ പാകത്തിനുള്ള മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപക്ഷെ വരും കാലത്ത് ലോകത്ത് സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാലൊക്കെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വലിയ പ്രൊജക്ടുകൾ ഒരു 6 മാസ കാലത്തേക്കെങ്കിലും നിർത്തിവെക്കണം. മാത്രമല്ല ഇത്തരത്തിൽ AI-യുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളോടുകൂടെ തന്നെ പുറത്തു വരണം എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഓപ്പൺ ലെറ്റർ വലിയ തരത്തിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എലൺ മസ്കിനെ പോലുള്ള, അതുപോലെ തന്നെ സ്റ്റീവ് വൊസ്നിയാക്കിനെ പോലുള്ള ആപ്പിളിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള വ്യക്തിയെ പോലുള്ള പല പ്രശസ്തരായിട്ടുള്ള വ്യക്തികളും ഇതിൽ സൈൻ ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ChatGPT-യും എല്ലാം തന്നെ നമ്മുടെ ലോകത്ത് സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഒന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അനേകം ആളുകളുടെ ജോലികൾ നഷ്ടമാകും എന്നൊരു കാര്യം തന്നെയാണ്.
ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന US ചില കണക്കുകൾ മാത്രം സൂചിപ്പിക്കുന്നത് ചാറ്റ് GPT പോലുള്ള AI ലാംഗ്വേജ് മോഡലുകളും മറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളെല്ലാം തന്നെ US 80% വരുന്ന ആളുകളുടെ ജോലികളെ പൂർണ്ണമായിട്ടും ബാധിക്കുമെന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തി 2-3 മാസങ്ങൾ സമയമെടുത്ത് ചെയ്യുന്ന ജോലികളെ വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചാറ്റ് GPT പോലുള്ള AI ടൂളുകൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജോലി അവിടെ തീർച്ചയായിട്ടും ബാധിക്കുന്നതായിരിക്കും. അയാളുടെ ജോലിയുടെ അടിസ്ഥാനം തന്നെ അവിടെ നഷ്ടമാകുന്നതായിരിക്കും. അയാൾക്ക് ജോലി തീർച്ചയായും നഷ്ടമാകുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ ആളുകളുടെ ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കയ്യേറാനുള്ള സാധ്യതകൾ നമുക്ക് അവിടെ കൂടുതലായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു ആശ്ചര്യകരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ചാറ്റ് GPTയെ കൃത്യമായ നിലയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ജോലികൾ പകുതി സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന മറ്റ് പല കണക്കുകളാണ്. അതുപോലെ തന്നെ അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ചാറ്റ് GPTയെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളുടെ ജോലിയുടെ വർക്ക് ക്വാളിറ്റി 20% ഉയരുന്നുമുണ്ട്. അതിനാലൊക്കെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കൃത്യമായ നിലയിൽ തന്നെ ചാറ്റ് GPTയെ കുറിച്ചും അതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളെ കുറിച്ചും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി എങ്ങനെ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചാറ്റ് GPT മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന കോഴ്സിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായ നിലയിൽ തന്നെ എങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചാറ്റ് GPT ഉപയോഗിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് കൃത്യമായ ഒരു മറുപടി ചാറ്റ് GPT നൽകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രോംപ്റ്റ് നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തുടങ്ങിയിട്ട് ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന കാര്യങ്ങളും നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ഏതൊരു പ്രൊഫഷനിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ ജോലികൾക്കെല്ലാം തന്നെ ചാറ്റ് GPT എങ്ങനെ ഉപയോഗിക്കാമെന്ന കാര്യങ്ങളൊക്കെയും വളരെ ലളിതമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് GPT മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിലൂടെ പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ പോലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെങ്കിൽ പോലും ഏതൊരു പ്രൊഫഷനിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ ചാറ്റ് GPTയെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ മനസ്സിലാക്കി നൽകുക എന്നതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല നിലവിൽ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ AFLU50 എന്ന് പറയുന്ന നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്ന അവസരത്തിൽ 50% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി വെക്കാം. ഇനി രണ്ടാമത്തെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സോഷ്യൽ മാനിപ്പുലേഷൻ ആണ്. ഞാൻ മുമ്പേ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ കാരണമായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. യൂട്യൂബ് കൃത്യമായ നിലയിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ അവരുടെ അൽഗോരിതം പ്രകാരം നിങ്ങൾ മുമ്പേ ചെയ്ത പല ആക്ടിവിറ്റികളുടെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണാൻ തന്നെ കാരണമായിട്ടുള്ളത്. ഇതേ ഒരു രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അല്ലെങ്കിൽ കൃത്യമായ നിലയിൽ തന്നെ അൽഗോരിതംസിന്റെ വർക്കിങ്ങിനെ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സമൂഹത്തിൽ മാനിപ്പുലേഷൻ സൃഷ്ടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ വളരെ കൃത്യമായ വ്യക്തമായ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ 2022 ഫിലിപ്പൈൻസിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ബോങ് മാർക്കോസ് എന്ന പേരുള്ള അവിടുത്തെ പ്രധാനമന്ത്രി അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നത് എതിർ പാർട്ടിക്കാരെ താറടിച്ച് കാണിക്കുന്ന നിലയിലുള്ള പല വീഡിയോകളും കൃത്യമായ നിലയിൽ തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും AI അല്ലെങ്കിൽ അതിന്റെ അൽഗോരിതംസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ആളുകളെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മാനിപ്പുലേഷൻ അവർ നടത്തുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് വാർത്തകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് നിരന്തരം കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ വലിയ തരത്തിൽ തന്നെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറി വരുന്നതായിരിക്കും. അതും കൃത്യമായ നിലയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അല്ലെങ്കിൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതംസിനെയൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു കാര്യം സാധ്യമാകുന്നതായിരിക്കും. കൃത്യമായ ഒരു നിയന്ത്രണം അവിടെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള പല വിനാശങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നതായിരിക്കും. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇന്നെല്ലാം മനസ്സിലാക്കുന്നത് എല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാം മൊബൈൽ ഫോണുകളിലൂടെയാണ്. അതിനാലൊക്കെ തന്നെ അത് വലിയൊരു വെല്ലുവിളിയായിട്ട് അവിടെ മാറുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള വെല്ലുവിളി സർവൈലൻസ് ആണ്. കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞിരുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കണം, ദൈവം കാണുന്ന കാര്യമായിരുന്നു. എന്നാൽ കാലം കുറച്ചൊന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അതിന്റെ കൂടെ മറ്റൊന്നുകൂടെ ആഡ് ചെയ്യപ്പെട്ടു. CCTV ഉണ്ട്, നിങ്ങളത് നിരീക്ഷിക്കുന്നുണ്ട്, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്നതിലായി. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ചെറുതായിട്ട് ആളുകളൊന്ന് ഭയപ്പെട്ടു. എന്നാൽ അതിന്റെ ഈ ഒരു എക്സ്ട്രീം വേർഷനിലേക്കാണ് നിലവിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്.
ഇനി അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറി വരാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാടധികം AI പവേർഡ് ക്യാമറകൾ, ട്രാഫിക് ക്യാമറകൾ ഇതിനോടകം തന്നെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റോഡിൽ അനാവശ്യമായ നിലയിലുള്ള പെരുമാറ്റങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡ് നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന അവസരത്തിൽ നമ്മുടെ വാഹനങ്ങളുടെ നമ്പറുകൾക്ക് അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഫൈന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് എത്താറുണ്ട്. ഇപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ നമുക്ക് ചൈനയിൽ ചെന്നാൽ കാണാൻ സാധിക്കും. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതിനിപ്പോ വാഹനം വേണമെന്നൊന്നുമില്ല, ഓരോ വ്യക്തികളുടെയും മുഖങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ തന്നെ ഫേസ് റെക്കഗ്നേഷനിലൂടെ ഓരോ വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തികൾക്ക് ഫൈൻ നേരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നൽകുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം ഒരു മാറ്റം ഈ ഒരു മേഖലയിൽ, സർവൈലൻസ് എന്ന മേഖലയിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിലവിൽ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് വരാൻ പോകുന്നു എന്ന നിലയിലൊക്കെയാണ്. പക്ഷെ ഇതിനോടെ തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഫൈൻ നൽകാൻ സാധിക്കും. അതിനും അപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇത്തരത്തിലൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഫേഷ്യൽ റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ട പല ഡാറ്റകളും കയ്യിലുണ്ട് എന്നതിനാൽ തന്നെ പല മാറ്റങ്ങളും മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന നിലയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ കുബുദ്ധിയോടുകൂടി തന്നെ ഈ ഒരു കാര്യവും ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള പല പ്രശ്നങ്ങളും ലോകത്ത് സൃഷ്ടിക്കുമെന്ന കാര്യം യാതൊരു വിധത്തിലും സംശയമില്ലാത്തതാണ്. നാലാമതായിട്ട് വരുന്ന ഒരു കാര്യം ജെൻഡർ റോൾസ് ആണ്. പഴയ കാലം മുതൽക്കേ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണത്. പുരുഷൻ ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നിലവിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട്, പ്രത്യേകിച്ച് ChatGPT-യോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആ ഒരു പഴയ അമ്മായി ടൈപ്പിലുള്ള മറുപടികളാണ് ജെൻഡർ റോളുകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെ ChatGPT നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനൊരു പുരുഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ജോലികൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ChatGPT നൽകുന്നുണ്ട്. എന്നാൽ അതേ ഒരു കോഴ്സ് പഠിച്ച സ്ത്രീയുടെ കാര്യത്തിൽ ജോലികൾ ചോദിക്കുന്ന അവസരത്തിൽ മറ്റു പല ജോലികളുമായിരിക്കും ChatGPT-യോടെ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ തരത്തിലുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡറുകൾക്ക് അടിസ്ഥാനത്തിൽ ജോലികളെ തരംതിരിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു ജെൻഡർ റോൾസ് തന്നെ കൃത്യമായ നിലയിൽ ChatGPT-യോടെ നമ്മളോട് പറഞ്ഞു നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുൻപേ ChatGPT-യെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ ഇതാണ് എന്ന കാര്യം മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കും കൂടുതലും ChatGPT ഇത്തരത്തിലുള്ള മറുപടികൾ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരം ജെൻഡർ റോൾസിൽ നിന്നെല്ലാം വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഇത്തരം ChatGPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളുടെ എല്ലാം പ്രവൃത്തികൾ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് ഡീപ് ഫേക്കുകളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ തരത്തിൽ തന്നെ പല ഡീപ് ഫേക്കുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഗാന്ധിജിയുടെ ഒരു സെൽഫി, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ തെരുവിലൂടെ വലിച്ചു വെച്ച് പോലീസുകാർ കൊണ്ടുപോകുന്ന ചിത്രമൊക്കെ. അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്തതാണ്, സൃഷ്ടിച്ചെടുത്തത് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പല ആക്ടേഴ്സിന്റെയും ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ ഡീപ് ഫേക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വലിയ തരത്തിലുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വ്യക്തിയുടെ ശബ്ദം, അയാളുടെ ഫേസ് പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എനിക്കൊരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഫേസിന്റെ ഡയറക്ഷൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കുന്നതായിരിക്കും. ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്രത്തോളം വലിയ തരത്തിലുള്ള പല മാറ്റങ്ങളും ഓരോ വ്യക്തികളുടെ ഐഡന്റിറ്റിയിൽ പോലും മാറ്റിമറിക്കുന്ന കാര്യത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളർന്നു വന്നിട്ടുണ്ട്. ഇത് വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ ലോകത്തിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് ഓട്ടോണോമസ് AI വെപ്പൺസ് ആണ്. ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ റഷ്യ ഉക്രൈൻ വാറിൽ പോലും AI പവേർഡ് ആയിട്ടുള്ള ഓട്ടോണോമസ് വെപ്പണുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരു ഹ്യൂമൺ ആയിട്ടുള്ള ഒരു സോൾജറിന് പലതരത്തിലുള്ള തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ അവിടെ വളരെ കൂടുതലാണ്. പലപ്പോഴും അയാളുടെ ഇമോഷനൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന കാരണമായിട്ടൊക്കെ പല വലിയ തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഒരു സോൾജറിൽ നിന്നും വരാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടാണ്, ഒരു വെപ്പണാണ് അവിടെ മനുഷ്യന് പകരം, ഒരു സോൾജറിന് പകരം പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ മിസ്റ്റേക്കുകൾ, തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്.
അതിനാലൊക്കെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഏത് രാജ്യത്തിന്റെ കയ്യിലാണോ കൂടുതൽ AI പവേർഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉള്ളത്, റോബോട്ടുകൾ ഉള്ളത്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യങ്ങൾക്ക് വലിയ തരത്തിലുള്ള മുൻതൂക്കം യുദ്ധരംഗങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സ് പോലുള്ള പല കമ്പനികളും യുദ്ധമുഖത്ത് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല AI റോബോട്ടുകളെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാലൊക്കെ തന്നെ ഈ ഒരു കാര്യവും വലിയ തരത്തിൽ ലോകത്ത് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു റോബോട്ട് അത് കൃത്യമായ നിലയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മനുഷ്യർക്കെതിരെ തിരിയുകയാണെങ്കിൽ അതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. മാനവകുലത്തെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന നിലയിലേക്ക് പോലും അത് മാറി വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോസിന്റെ വൈൻഡപ്പാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും, ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചെടുത്ത കാര്യം ഇന്നത് വലിയ തരത്തിൽ തന്നെ പുരോഗതി പ്രാപിച്ചുകൊണ്ട് നമുക്ക് പോലും ഭീഷണിയാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലേക്കൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ലോകത്തെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പല കമ്പനികളും പരസ്പരം ഒരു AI വാറിലാണ് എന്നതാണ്. ഇപ്പൊ നമ്മള് മൈക്രോസോഫ്റ്റ് ആണ് ChatGPT, OpenAI കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഗൂഗിളിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഗൂഗിൾ സ്വന്തമായിട്ട് ഇതുപോലൊരു ലാംഗ്വേജ് മോഡൽ ബാഡ് എന്ന പേരുള്ള അവരുടെ ഒരു ലാംഗ്വേജ് മോഡൽ ഇതിനോടൊപ്പം തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കമ്പനികളെല്ലാം ഒരുപോലെ ഇത്തരത്തിൽ മികച്ച രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടെ പോലും പ്രവർത്തിക്കാൻ ശേഷിയുള്ള പല ടൂളുകളും ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ആരാണോ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുന്നത് അവർക്കായിരിക്കും അതിന്റെ കാരണമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ലാഭം ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ വലിയൊരു യുദ്ധം തന്നെ കമ്പനികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് പലപ്പോഴും പുതിയ AI ടൂളുകൾ ഇന്ന് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ GPT-4 എന്ന് പറയുന്ന ChatGPTയുടെ പുതിയ വേർഷന്റെ കാര്യം പോലും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. അവരതിന്റെ വിശദീകരണമായിട്ട് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി റീസൺസ് കാരണമാണ് എന്നൊക്കെയാണ്. പക്ഷേ കൃത്യമായ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് പിടിച്ചടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കമ്പനികൾ ഇത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഹൈലി പവർഫുൾ ആയിട്ടുള്ള AI ടൂളുകളെ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് മാനവരാശിയെ പോലും മാറ്റിമറിക്കുന്ന നിലയിലേക്ക് മാറുമോ എന്നത് തീർച്ചയായിട്ടും വലിയൊരു ആശങ്ക തന്നെയാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിലൊരു ഓപ്പൺ ലെറ്റർ പല പ്രമുഖരായിട്ടുള്ള ആളുകളും ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ChatGPTയുമായി ബന്ധപ്പെട്ട മുഴുവൻ അമ്മേ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കും എന്ന് ഞാൻ വിശ്വാസിക്കുന്നു. ഇന്നും വീഡിയോസ് ഉണ്ട്. ഒരു ലേഡി, അത് ലേഡി അല്ല, അത് റോബോട്ട്. ആ റോബോട്ട് என்ன செய்யுது, நியூஸ் ஆங்கர் போல நியூஸ் வாய்ச்சு கொண்டு ஒடிஷா தேசத்தில் நடந்த ஒரு விஷயம் அதையும் நான் காண்பிക്കാം. இதை நீங்கள் കാണുമ്പോൾ മനുഷ്യരോ അല്ല റോബോട്ടോ എന്നെ ചിന്തിക്കാം. മനുഷ്യയെ പോലെ ഉണ്ടല്ലോ, ഇത് മനുഷ്യയല്ല, റോബോട്ട്, AI robot. Warm greetings to everyone. Namaste. I am OTV's and Odisha's first AI news anchor Lisa. As you all know, OTV is the first private satellite channel of Odisha which came into existence nearly 2.5 decades ago. In these 25 years of its broadcasting journey, OTV has reached many milestones, earning the reputation of being Oriya people's go-to news channel. Now, giving birth to me and by instating me into the TV and digital world, OTV has marked the beginning of a historic moment not only in Odisha, but for all the regional television broadcast mediums across the country. Please tune in for our upcoming segments where I will be hosting latest news updates coming in from Odisha, India and around the world. I hope you will accept me with the same love and enthusiasm. Namaste. Thank you. ആപത്തായിട്ട് ഉണ്ട്, മനുഷ്യയെ പോലെ ഉണ്ട്, ஆனால் മനുഷ്യല്ല. ഇപ്പോൾ என்ன ചെയ്തു എങ്കിൽ വെളിദേശങ്ങളിൽ ഇതുപോലെ AI റോബോട്ട്സെ വിവാഹം ചെയ്തിട്ട് മനുഷ്യർ എനിക്ക് വേണ്ട, എനിക്ക് റോബോയോട് വിവാഹം ചെയ്തിട്ട് ജീവിക്കണമെന്ന ഒരു ലേഡി என்ன ചെയ്തു, ഒരു മനുഷ്യനെ വിവാഹം ചെയ്തു. മനുഷ്യനല്ല, മനുഷ്യനെ പോലെ ഉള്ള ഒരു റോബോട്ട്, AI റോബോട്ട്. ഇപ്പോൾ നാം സ്ലൈഡുக்கு പോകാം. സ്ലൈഡിൽ ഞാൻ കാണിച്ചു കൊടുത്തത് പോലെ 2-3 വചനങ്ങൾ ഉണ്ട്, ബൈബിളിൽ ഉണ്ട്.
இதை குறிச்சு தெய்வம் நமக்கு முன்பே സംസാരിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ഈ അവസാന കാലഘട്ടത്തിൽ മനുഷ്യനുടെ നാലേജ് പെരുകിപ്പോകും, അറിവ് പെരുകിപ്പോകുമെന്ന്. സോ നാം ഇതുപോലെ കാര്യങ്ങളെ നാം നോക്കിക്കൊണ്ട് നാം ഈ ലോകത്തിന്റെ ചിന്തയോട് പോകുമ്പോൾ ദൈവത്തിക്ക് വിരോധമായിട്ടുള്ള ഇത് കാര്യങ്ങൾ ദൈവം എന്നെ ചെയ്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ സായലെ കൊണ്ട് ദൈവം സൃഷ്ടിച്ച് ഇപ്പോൾ എന്നെ ചെയ്യൂ മനുഷ്യൻ ദൈവത്തിക്ക് വിരോധമായിട്ട് റോബോട്ടെ ഉരുവാക്കി പിற்காலങ്ങളിൽ എന്നെ ചെയ്യൂ മനുഷ്യരുടെ ശക്തി അല്ലാതെ റോബോട്ടുകളുടെ ആധിക്യത്തിൽ റോബോട്ടുകൾ നമ്മളെ അധികാരം ചെയ്യാം. അതുപോലെ ഒരു കാലഘട്ടങ്ങളിൽ നാം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് എത്ര വേദന. അതുപോലെ നാം കാണുമ്പോൾ ഈ 2 വീഡിയോவை ഞാൻ കാണിച്ചു. ഇപ്പോൾ നമ്മുടെ ബൈബിൾ എന്ന സംസാരിക്കുന്നത് എന്ന് നാം കാണിരിക്കുന്നു. അമ്മേ നിങ്ങൾ വായിക്കാം അമ്മേ മലയാളത്തിൽ. ഓക്കെ, വായിക്കാം. ബൈബിൾ എന്ത് പറയുന്നു? എന്തെന്നാൽ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിഡ്ഢിത്തമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജ്ഞാനികളെ അവരുടെ കുതന്ത്രത്തിൽ അവൻ പിടിക്കുന്നു. ഓക്കെ, ജ്ഞാനികളുടെ വിചാരങ്ങള് നിരർത്ഥകമാണെന്ന് കർത്താവിനറിയും. 1 കൊരിന്ത്യർ 3:19, 20, 23, യാക്കോബ് 3:15, 16 നമ്മൾ വായിക്കുമ്പോൾ ഇതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിഡ്ഢിത്തമാണ്. ജ്ഞാനികളെ അവരുടെ കുതന്ത്രത്തിൽ അവൻ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ സാത്താൻ പിടിക്കുകയാണ്. ജ്ഞാനികളുടെ വിചാരങ്ങള് നിരർത്ഥകമാണ് എന്ന് കർത്താവിന് അറിയാം. മാത്രമല്ല കീഴുള്ള വചനങ്ങളെ നിങ്ങൾ ബൈബിളിൽ ഇരുന്ന് വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാകും. ഞാൻ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 19, 20, 23 കീഴുള്ള വചനത്തെയും നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ വേദവചനം ക്ലിയർ ആയിട്ട് നമുക്ക് സംസാരിക്കുന്നത് ഇത് സാത്താന്റെ തന്ത്രം. അതുപോലെ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ മിരുഗത്തിക്ക് വേണ്ടി ഒരു ശിലയെ നിർവണം എന്ന ആ മിരുഗം എന്നെ ചെയ്യൂ എല്ലാവരെയും അധികാരം ചെയ്ത് മുദ്രയെ ധരിച്ചു കൊള്ളണം എന്ന കണ്ടീഷൻ ചെയ്യാം. പിற்பாട് എന്നെ ചെയ്യാം ആ ശില ആ സ്വരൂപം ആ രൂപം സംസാരിക്കുന്നത് പോലെ ഇരിക്കുമെന്ന് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണാം. ഇപ്പോൾ ഈ ബൈബിളിലുള്ള കാര്യങ്ങളെ നാം വെച്ച് ഈ ലോകത്തിന്റെ കാര്യങ്ങളെ വെച്ച് കാണുമ്പോൾ ഇത് അവസാന കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം സംസാരിച്ചതുപോലെ അവസാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ അറിവ് നാലേജ് പെരുകിപ്പോകുമെന്ന് ബൈബിളിൽ സംസാരിച്ചിരിക്കുന്നു. ഈ അവസാന കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നാം വളരെ കെയർഫുൾ ആയിട്ട് സാത്താൻ നമ്മളെ നശിനിപ്പെടുത്താതെ നാം വേദവചനத்துக்கு അനുസരിച്ച് ദൈവവചനത്തിൽ മുഖാന്തരമായിട്ട് നടക്കണം. അമ്മേ നിങ്ങൾ അവസാനത്തിലുള്ള 2 വചനങ്ങളെ ബൈബിളിൽ ഇരുന്ന് വായിക്കാം അമ്മേ. ഞാൻ ഇതോടെ അവസാനിക്കാം. 3:15-16 ഞാൻ വായിക്കാം. വായിക്കുമ്പോൾ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തികളും ഉണ്ട്. അതാണ് ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, അതാണ് ഇത് പൈശാചികമായതാണ്. പിശാചിൽ നിന്ന് വരുന്ന ജ്ഞാനം അത്രയാകുന്നു എന്നാണ് യാക്കോബിന്റെ ലേഖനത്തില് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ദുഷ്പ്രവൃത്തികളെല്ലാം ഉണ്ടാകാൻ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വചനങ്ങൾ നമുക്ക് നന്നായിട്ട് പഠിച്ചു കൊടുക്കുന്ന ഒരു വിഷയം. ബൈബിളിൽ ഇരുന്ന്
നാം അറിഞ്ഞുകൊള്ള വേണ്ടിയ വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നവെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ നാം നോക്കി ഓടുമ്പോൾ സാത്താൻ നമ്മളെ പിടിച്ച് നശിനിപ്പെടുത്താം. AI ടെക്നോളജി, റോബോട്ടിക്സ് പോன்ற കാര്യങ്ങൾ അനേകം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും മനുഷ്യർക്ക് ഇഷ്ടപ്രകാരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പിற்காலങ്ങളിൽ അറിയാം. ഇത് മനുഷ്യർക്ക് വളരെ ആപത്തായിട്ട് ഇരിക്കുന്ന ഒരു വിഷയങ്ങൾ. ഇത് അറിയാതെ ഈ ലോകത്തിന്റെ മക്കൾ എന്നെ ചെയ്യുന്നു? AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ടെക്നോളജി എന്ന ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കാം. സന്തോഷം മാത്രമല്ല, മനുഷ്യർക്ക് ഒരു ആപത്തുമുണ്ട്. ജോലി കാര്യങ്ങൾ ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ വളരെ ഇരിക്കുന്നു. അത് മാത്രമല്ല, സാത്താൻ ഇதை വെച്ചുകൊണ്ട് പിற்காலങ്ങളിൽ എന്നെ ചെയ്യാം? ആന്റി ക്രൈസ്റ്റ് ആയിട്ട് വരാം. ആ ആന്റി ക്രൈസ്റ്റ് എന്നെ ചെയ്യാം? ഇതുപോലെ റോബോട്ടുകളിലും ജീവിതമായിട്ട് ജീവിതത്തെ നൽകി ആ റോബോട്ട്സ് എല്ലാം സംസാരിക്കുന്നത് പോലവും ആ റോബോട്ടെ അവൻ എന്നെ ചെയ്യാം? നമസ്കരിക്കുന്നത് പോലവും ആ റോബോട്ടെ ദൈവത്തെ പോലെ നമസ്കരിക്കണം എന്ന ഒരു ചട്ടവും വരയിരിക്കുന്നു. ഇത് എത്ര ആപത്ത്! ഇപ്പോൾ ഇത് വെറും സാമ്പിൾ പീസ്. ഇനി നാം കാണ ഇരിക്കുന്നത് മെയിൻ പിക്ചർ. ഇപ്പോൾ ഈ സാമ്പിളില് വളരെ ഭയങ്കരമായിട്ടുണ്ട്. മെയിൻ പിക്ചറുക്കെല്ലാം നാം എന്നെ ചെയ്യാം? ദൈവത്തിന്റെ വിശ്വാസത്തിൽ നാം നിലനിൽക്കണം. വേദവചനത്തെ മുറുകെ പിടിക്കണം. ഈ അവസാന കാലഘട്ടം സാത്താൻ എത്ര ഭയങ്കരമായിട്ട് മക്കളെ നശിനിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ആർട്ടിഫിഷ്യൽ ടെക്നോളജീസെ കൊണ്ട് കർത്താവാകിയ യേശു ക്രിസ്തു ആകാശത്തിൽ തോന്നിയത് പോലെ ഒരു ഇമാജിനേഷനെ പോലെ കൊണ്ടുവന്ന് കൊണ്ടിരിക്കുന്നു. நீங்கள் இன்டர்நெட்டில் കാണുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു 4 മാസத்துக்கு മുൻപിൽ ഒരു ഏഞ്ചൽ, ഒരു ദേവദൂതന്മാർ വാനത്തിൽ ഇരുന്ന് ട്രംപറ്റ് വെച്ചുകൊണ്ട് വന്നത് പോലെ ഒരു സെറ്റിംഗ്, ഒരു സെറ്റപ്പ്. അത് വെറും സെറ്റപ്പ് മാത്രമേ, അത് നിജമല്ല. കാരണം ആർട്ടിഫിഷ്യൽ ടെക്നോളജിയെ കൊണ്ട് എന്നെ വേണാലും ചെയ്യലാം. ഇപ്പോൾ എന്നെ പോലെ ഒരു റോബോട്ടെ ഉരുവാക്കിനാലും അത് ഒരു സാധാരണ കാര്യം. സിറ്റിസനെ പോലെ ഒരു റോബോട്ടെ ഉരുവാക്കണം. നിങ്ങൾ എല്ലാവരെ പോലവും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് എന്ന കാര്യമായിട്ടാലും ചെയ്യലാം. ഇപ്പോൾ എന്റെ ബയോഡേറ്റാവെ എടുക്കണമെങ്കിൽ, സിറ്റിസനുടെ ബയോഡേറ്റ നിങ്ങൾ അറിയണമെങ്കിൽ എന്റെ ഫോട്ടോ, എന്റെ ഫേസ് മാത്രം നിങ്ങൾ ഫോട്ടോ എടുത്ത് കണ്ടിട്ടാൽ മതി, എന്റെ ബയോഡേറ്റ എല്ലാം വരാം. അപ്പോൾ എത്ര സാധാരണമായിട്ടുണ്ട് ഒരു മനുഷ്യരെ. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ അറിയണമെങ്കിൽ, അല്ല പക്കത്ത് വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ അറിയണമെങ്കിൽ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യ വേണ്ട, ഒരു ഫോട്ടോ മാത്രം എടുത്താൽ മതി. ആ ഫോട്ടോ ആ പെൺകുട്ടിയുടെ എല്ലാ ബയോഡേറ്റയും ശേഖരിച്ചു കൊടുക്കാം ഫോണിലിരുന്ന്. ഇത് കാരണം ആർട്ടിഫിഷ്യൽ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്ര ഭയങ്കരമായിട്ടുണ്ട്. വേദവചനം നമുക്ക് വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോൽ അവസാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജ്ഞാനം പെരുകിപ്പോകും. മനുഷ്യരുടെ ജ്ഞാനം ഒന്നുമല്ല. ഇപ്പോൾ അമ്മയെ സംസാരിച്ചതുപോലെ വേദവചനത്തിൽ നാം പഠിച്ചതുപോലെ ദൈവത്തിക്ക് മുൻപിൽ ഇതെല്ലാം വേസ്റ്റ്. ദൈവം ഇതെ കുറിച്ച് ഒന്നും കഷ്ടപ്പെടതയില്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ച്, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച്, ദൈവം മാത്രമേ ആ ജ്ഞാനത്തെ ലഭിച്ച്. ആ ജ്ഞാനത്തെ കൊണ്ട് മനുഷ്യൻ എന്നെ ചെയ്യുന്നു? തനക്ക് വേണ്ടിയിട്ടേ ആപത്തുകളെ തേടി നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ നാം എന്നെ ചെയ്യണം? പ്രാർത്ഥന ചെയ്ത് ഇന്നും വളരെ നാം ഒന്നും കെയർഫുൾ ആയിട്ട് നാം ജീവിക്കണം. ഇന്നും ക്രിസ്ത്യനായിട്ട് മക്കൾ എന്നെ ചെയ്യണം? ഈ ടെക്നോളജീസെ നാം നമ്പാതെ, ഈ ടെക്നോളജീസിന് മീതെ നമ്മുടെ കണ്ണുകളെ നോക്കാതെ കർത്താവാകിയ യേശു ക്രിസ്തുവിൻ മീതും ദൈവത്തിന്റെ വചനത്തിൻ മീതും നാം നോക്കി ഓടണം. അല്ലെങ്കിൽ സാത്താൻ നമ്മളെ വളരെ ഈസി ആയിട്ട് നമ്മളെ നശിനിപ്പെടുത്താം. നാമും നശിനി പോകും. ഈ കാര്യത്തിൽ മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.